കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് 50 നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് വചനം നമ്മോട് പറയുന്നത്. തികച്ചും ആലങ്കാരികമായിട്ടുള്ള ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷ ഭാഗം കുറേയേറെ അർത്ഥതലങ്ങൾ നിറഞ്ഞതാണ്. വലിയ പ്രതീക്ഷയോടെ തൻ്റെ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിക്കുന്ന ഒരു വീട്ടുടമസ്ഥൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സ്വാർത്ഥത നിറഞ്ഞ മനസ്സോടെ മുന്തിരിയുടെ ഫലങ്ങൾ ശേഖരിക്കാൻ വരുന്ന ഉടമസ്ഥൻ്റെ പകരക്കാരെയെല്ലാം നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകനെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പൈശാചികമായ സ്വഭാവമുള്ള കൃഷിക്കാർ. ഒടുവിൽ ഈ ദുഷ്ടരായ വ്യക്തികളെ നശിപ്പിച്ച് നല്ലവരായ മനുഷ്യർക്ക് തൻ്റെ മുന്തിരിത്തോട്ടം നൽകുന്ന വീട്ടുടമസ്ഥൻ. യോഹന്നാൻ 3:16 നാം ഇങ്ങനെ കാണുന്നുണ്ട്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നിരന്തരം തിന്മയിൽ ജീവിക്കുകയും ദൈവം പ്രവാചകന്മാരിലൂടെ നൽകിയ മുന്നറിയിപ്പുകൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ തൻ്റെ പുത്രനെ പോലും അയച്ച് മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സ്നേഹനിധിയായ ദൈവപിതാവ്. മനുഷ്യൻ്റെ അവിശ്വസ്തതയ്ക്ക് മുന്നിൽ ദൈവത്തിൻ്റെ അചഞ്ചലമായ വിശ്വസ്തത ഉയർത്തിക്കാട്ടുന്ന ഈ വചനഭാഗം ഇന്നത്തെ സുവിശേഷത്തിന് ഒരു ആമുഖമാണ്. പക്ഷേ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും കർത്താവായ ഈശോയെ തള്ളിപ്പറയുകയും ചെയ്ത യഹൂദ നേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തെയും പിതാവായ ദൈവവും തിരസ്കരിക്കുന്നു എന്ന സത്യം നാം വിസ്മരിക്കരുത്. അവിശ്വസ്തത മൂലം ഇസ്രായേൽ ഫലം പുറപ്പെടുവിക്കുവാൻ മറന്നുപോയി. ആയതിനാൽ ഇസ്രായേൽ ഉപേക്ഷിക്കപ്പെട്ടു. മറ്റ് കൃഷിക്കാരെ ഏൽപ്പിച്ചു എന്ന വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരും വിജാതീയരുമൊക്കെ അടങ്ങുന്ന തിരുസഭയെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തിരഞ്ഞെടുത്തു എന്ന വലിയ സത്യമാണ്. മാമോദീസ വഴി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മുമ്പിലും ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഉടമസ്ഥന്റെ മടങ്ങിവരവ്, വിളവെടുപ്പ് കാലം എന്നീ 2 വാക്കുകളും യുഗാന്തോന്മുഖതയെ സൂചിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പദങ്ങളാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. കരുണയുടെ രാജാവായ ഈശോ നീതി നിറഞ്ഞ ന്യായാധിപനായി എത്തുന്ന ഒരു ദിനമുണ്ടെന്ന് നമുക്ക് പ്രത്യേകമായി മറക്കാതിരിക്കാം. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ യുഗാന്തോന്മുഖതയും സ്വർഗത്തെ പറ്റിയുള്ള ചിന്തയും തികച്ചും പഴഞ്ചനായ ആശയങ്ങളായി നമുക്ക് തോന്നാം. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമില്ല എന്ന് ആധുനിക കമ്പോള സംസ്കാരം പല പ്രാവശ്യം നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ഉപമയും അവിടുത്തെ വചനങ്ങളും നമുക്ക് പ്രത്യേകമായി ഈ നോമ്പ് കാലഘട്ടത്തിൽ ധ്യാനിക്കാം. നാം ചെയ്യുന്ന മാംസവർജനവും പ്രാർത്ഥനകളും തീർത്ഥാടനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നല്ലവനായ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.